അപ്പോൾ നമ്മളിപ്പോൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഇപ്പോൾ ഞാൻ 2 ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കാൻ പോവാണ്. ഓയിലൊന്നും ഇല്ലാതെ ഉള്ള പാനാണ്. അപ്പോൾ വൈറ്റ് ബ്രെഡാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഈ ബ്രെഡ് ഒന്ന് ചൂടായി ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ 2 സൈഡും നമ്മൾ ചൂടാക്കിയെടുക്കുക. ഇത് തലേ ദിവസത്തെ ബ്രെഡോ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ബ്രെഡോ യൂസ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. അതുപോലെ ഹെർബ്സ് ഒക്കെ ചേർക്കുന്നത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ് റെഡിയാക്കുന്നത്. ബ്രെഡിൻ്റെ കളർ വല്ലാതെ അങ്ങ് മാറിപ്പോവാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ലൈറ്റായിട്ട് മാത്രം കളർ ചേഞ്ച് ആവണം. അപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ ബ്രെഡ് ക്രംസ് നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് അധികം ദിവസങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ. സാധാരണ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ ഫ്രഷ് ആയിട്ട് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക, ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് പുറമേ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുക. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ റെഡി ആക്കിയിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വയ്ക്കാം. അപ്പോൾ ആവശ്യത്തിനെടുത്ത് യൂസ് ചെയ്യാം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ബ്രെഡിൻ്റെ കളർ വല്ലാതെ അങ്ങ് മാറിപ്പോവില്ല. പിന്നെ നമ്മൾ 2 സ്ലൈസ് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഈ പാനിലുള്ള പൊടി തുടച്ച് മാറ്റിയതിന് ശേഷം മാത്രം അടുത്ത ബ്രെഡ് സ്ലൈസ് വയ്ക്കുക. ഇല്ലെങ്കിൽ ആ പൊടി കരിഞ്ഞു പിടിക്കും ബ്രെഡിൻ്റെ. കണ്ടോ, ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രെഡ് റെഡി ആയി കഴിഞ്ഞു. ഇത്രയും മതി, ഇതിലും കൂടുതലായിട്ട് കളർ മാറിപ്പോവേണ്ട. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ചൂടാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനൊരു 4 ബ്രെഡ് സ്ലൈസ് ആണിപ്പോൾ ക്രഷ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് വീണ്ടും പാൻ തുടച്ചിട്ട് തന്നെ വയ്ക്കുക. അപ്പോൾ വീണ്ടും അടുത്ത 2 സ്ലൈസ് ബ്രെഡും കൂടി ഞാനിതുപോലെ ചൂടാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ബ്രെഡ് സ്ലൈസൊക്കെ ചൂട് കുറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചെറിയ തരികളോട് കൂടിയിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അധികം ഫൈൻ പൗഡറായിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ട്ലറ്റിൻ്റെ കോട്ടിങ് കറക്റ്റ് ആവില്ല. ഇപ്പോൾ നമ്മളിത് നമ്മുടെ ബ്രെഡ് ക്രംസ് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈൻ പൗഡറായിട്ടല്ല, വലിയ തരികളോടെയല്ല, ഒരു മീഡിയം തരികളുള്ള രീതിയിലാണ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കാം. ഉടനെ തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാനാകുമ്പോൾ ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ ബ്രെഡ് സ്ലൈസ് ചൂടാക്കി എടുത്ത പാൻ ഒന്നുകൂടി ഞാൻ തുടച്ച് വെച്ചിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ പൊടികളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തുടച്ച് വെച്ചത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് ഒന്ന് ലൈറ്റായിട്ട് ഈ ബ്രെഡ് ക്രംസ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ബ്രെഡ് ക്രംസ് നന്നായിട്ടൊന്ന് ചൂടായി വരാനാണിത്. ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ മോശമായി പോവും. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇറ്റാലിയൻ ഹെർബ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇതുപോലെ ഒറിഗാനോ അല്ലെങ്കിൽ തൈം, പാഴ്സ്ലി, ഏതാണോ നമ്മുടെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതിപ്പോഴല്ല, നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ കേരള ടേസ്റ്റ്, കേരള ഫ്ലേവർ മതിയെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിവേപ്പില ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ബ്രെഡ് ക്രംസിലേക്ക് ചേർക്കാം. എണ്ണയിൽ റോസ്റ്റ് ചെയ്യരുത്, ഡ്രൈ റോസ്റ്റ് മാത്രം ചെയ്യുക. അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കട്ട്ലറ്റിന് ടേസ്റ്റ് കൂടുതലായിരിക്കും. ഈ കറിവേപ്പിലയോ ഇറ്റാലിയൻ ഹെർബ്സോ ഏതെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ പ്ലെയിൻ ആയിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗത്തുള്ള ബ്രെഡ് ക്രംസ് കരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ കൈ എടുക്കാതെ ഇളക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് ക്രംസ് ഞാനിപ്പോൾ 2 മിനിറ്റായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും തന്നെ കരിഞ്ഞു പോവാതെ കളർ മാറാതെ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇല്ലെങ്കിൽ ഈ പാനിൻ്റെ ചൂടുകൊണ്ട് കളർ മാറിപ്പോവും. അപ്പോൾ നിങ്ങൾ റെഡിയാക്കുന്ന പാനിൽ നിന്ന് ഉടനെ തന്നെ മാറ്റി വയ്ക്കുക. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് കംപ്ലീറ്റ് ചൂട് മാറിയതിന് ശേഷം മാത്രം എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ജാറുകളിൽ എടുത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ നാളുകളിലേക്ക് സൂക്ഷിച്ച് വയ്ക്കാം. 2-3 മാസത്തേക്കൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം ഇതുപോലെ റെഡിയാക്കി വയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ ഇത് നമ്മുടെ ബ്രെഡ് ക്രംസ് ചൂടൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുണ്ടോ, നമ്മൾ റസ്ക് പൊടിക്കുന്ന പോലെ നന്നായിട്ട്
പൊടിഞ്ഞ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബ്രെഡ് ക്രംസിൻ്റെ പാകം. അപ്പോൾ ഇതുപോലെ ചൂട് കുറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ കറിവേപ്പില ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചത് ചേർക്കുകയാണെങ്കിൽ ചേർക്കേണ്ടത്. ഈ ബ്രെഡ് ക്രംസിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ച് ഇതുപോലെ തിരുമ്മി മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒറിഗാനോയോ പാഴ്സലിയോ ഏത് ഹെർബ്സ് ആണ് ചേർക്കുന്നതെങ്കിലും ഈ ഒരു സ്റ്റേജിലാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും എല്ലാവരും ബ്രെഡ് കൂടുതലുള്ളപ്പോൾ കുറച്ച് ബ്രെഡ് ക്രംസ് ഒക്കെ റെഡിയാക്കി വയ്ക്കുക. വേഗം തന്നെ നമുക്ക് കട്ട്ലറ്റൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.